ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഞാൻ എണീക്കുകയാണ് കേട്ടോ. റാഷിദേ ഒരു കാര്യം നിങ്ങൾ ക്ലാരിറ്റി വരുത്തുക. ഞാൻ എണീക്കുകയാണ്. ഒരു വാചകം പറയാൻ അനുവദിക്കാത്തതാണ് ചർച്ചയെങ്കിൽ നിങ്ങൾ തുറന്നോളൂ, എനിക്ക് അതിന് താല്പര്യമില്ല. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? ശ്രീ സജീഷ്, ഉമ്മൻചാണ്ടി കാലത്തതിനേക്കാൾ കൂടിയ പെൻഷൻ, ക്ഷേമ പെൻഷൻ LDF സർക്കാർ, പിണറായി സർക്കാർ വന്നു കഴിഞ്ഞ ശേഷം പല ഘട്ടങ്ങളായി ഉയർത്തി കൊടുക്കുന്നുവെന്നും ഓരോ തെരഞ്ഞെടുപ്പിന്റെ വേളയിലും നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് പറയേണ്ടതുമാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ക്ഷേമമായാലും വികസനമായാലും പറയേണ്ടത്. പക്ഷെ അതിന് ഒരു വയോധികനെ ജാഥയിൽ കരുവാക്കിയോ? അത് ഉത്തരം പറ. ശ്രീ റാഷിദ്, ഒരു കാര്യം, അത്തരത്തിലുള്ള പല ചിത്രീകരണങ്ങളും നടക്കും. ഒന്ന്, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളുമായി വിശദീകരിക്കുമ്പോൾ എന്നിട്ട് കേരളത്തിലെ 62 ലക്ഷം ആളുകൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. അവരെ പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അത് അവരുടെ ജീവിതാനുഭവമാണ്. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു PR എക്സസൈസ് നടത്തേണ്ട കാര്യവുമില്ല. കേൾക്കാൻ നല്ല രസമുണ്ട്. ആ വ്യക്തി പിന്നീട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. കാരണം അദ്ദേഹത്തിന് ചില ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ലേശം പ്രയാസപ്പെട്ടൊക്കെ ജീവിക്കുന്നയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ചില ആളുകൾ ഭീഷണിപ്പെടുത്തിയൊക്കെ ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അതിലപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം പിന്നീടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പോകണമെന്ന് ഞാനിട്ട് കരുതുന്നുമില്ല. കാരണം 62 ലക്ഷം ഗുണഭോക്താക്കൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. അവർക്ക് 2016 ഈ സംഭവത്തോടു കൂടി ആ ജാഥ തന്നെ, വികസന മുന്നേറ്റ ജാഥ തന്നെ ഒരു പരിഹാസ ജാഥയായി മാറി എന്നാണ് നിങ്ങൾക്കെതിരെയുള്ള വിമർശനം. അല്ല, അങ്ങനെ വിമർശിക്കട്ടെ. ഞാൻ വസ്തുതകളിലൂടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ശ്രീ VD സതീശൻ നടത്തുന്ന ഒരു നുണ ഘോഷയാത്ര പോലെയുള്ള ഒരു ഘോഷയാത്ര ഏതായാലും ഞങ്ങൾക്ക് നടത്താൻ വേണ്ടി കഴിയില്ല. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ഞങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ, ജനങ്ങളുടെ ജീവിതാനുഭവങ്ങൾ, ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നുണയ്ക്കുള്ള മറുപടികൾ യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ അവർ ഏത് രീതിയിലും പറഞ്ഞോട്ടെ, അതിലൊന്നും ഞങ്ങളുടെ വിഷയമല്ല. പക്ഷേ ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം, ഒന്ന്, ഇവിടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം തീർച്ചയായും താങ്കൾ ക്ഷേമ പെൻഷന്റെ കാര്യം പറയണം. ഞാൻ അതിന് സമയം തരികയും ചെയ്യും. പക്ഷേ ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രമാണോ ഞാൻ ഇടപെടുന്നത് സജീഷ്? ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഒറ്റ ക്ലാരിറ്റിയും കൂടെ. PR എന്നുള്ളതാണല്ലോ സാധാരണഗതിയിൽ നിങ്ങൾ രണ്ടു കൂട്ടരും അങ്ങോട്ട്. നിങ്ങൾ ക്ലാരിറ്റി വരുത്ത റാഷിദ്. ഞാൻ എണീക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. റാഷിദ് ഒരു കാര്യം, നിങ്ങൾ ക്ലാരിറ്റി വരുത്ത. ഞാൻ എണീക്കുകയാണ്. ഒരു വാചകം പറയാൻ അനുവദിക്കാത്തതാണ് ചർച്ചയെങ്കിൽ നിങ്ങൾ തുറന്നോളൂ, എനിക്ക് അതിന് താല്പര്യമില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കാരണം ഒന്നാമത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പുറത്തിരിക്കുന്ന ആൾ ഉൾപ്പെടെ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇരിക്കണോ അല്ല, താങ്കൾക്ക് സ്വതന്ത്രമായി ചർച്ച നടത്താം, താങ്കൾക്ക് ഏത് രീതിയിലും കാര്യങ്ങൾ അവതരിപ്പിക്കാം, അതിനൊന്നും ഞാൻ തടസ്സമല്ല. എനിക്ക് പറയാൻ സ്വതന്ത്രമായി സമയം അനുവദിക്കുമെങ്കിൽ മാത്രം ചർച്ചയിൽ ഞാൻ തുടരും. ഇല്ലെങ്കിൽ താങ്കൾ, ഞാൻ എന്റെ ആദ്യ വാചകം മുതൽ ഇടപെടുകയാണ്. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. കൊലയില്ലാത്ത കൊമ്പൻ. ആദ്യ വാചകം മുതൽ ഇടപെടുകയാണ്. ഞാൻ എന്താണ് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്ന് കേൾക്കാനുള്ള സഹിഷ്ണുതയെങ്കിലും താങ്കൾ കാണിക്കൂ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, അതല്ല, താങ്കൾക്ക് താങ്കളുടെ വീക്ഷണത്തിനനുസരിച്ച് ഈ ചർച്ചയെ കൊണ്ടുപോകണമെങ്കിൽ അതിന് ഞാനൊരു തടസ്സമേ അല്ല. വെറുതെ നമ്മുടെ ഏതാണ്ട് 1 മണിക്കൂറോളം സമയം പാഴാക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. താങ്കൾ ചർച്ചയിൽ തുടരാൻ എന്നെ അനുവദിക്കുന്നെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നത് താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ഒരൊറ്റ കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ പറഞ്ഞോളൂ. അതിന് ഇത്രയൊക്കെ കാര്യങ്ങൾ കാണേണ്ടതുണ്ടോ ശ്രീ സജീഷ്? പിന്നെ ചൂടാണ്ട് AC ഇല്ല. നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾക്കുള്ള ഒരു വേർഷൻ പറയാൻ പോലും മനോരമയിലൊന്നും അനുവദിക്കാറില്ല. എങ്കിലും കിട്ടാവുന്ന സമയം വെച്ച് ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഈ ജാഥ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? വികസന മുന്നേറ്റ ജാഥ കേരളത്തിൽ സംഘടിപ്പിക്കുന്നത് നിങ്ങൾ കുറെ ആളുകൾ ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചാരണങ്ങളെ ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താനാണ്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. എന്നുള്ളതല്ലാതെ മറ്റു നിർവാഹമില്ല. ഞങ്ങളുടെ ഏക മാർഗമാണ് ജനങ്ങളുമായി സംവദിക്കാൻ ഈ ടെലിവിഷൻ സംവാദം എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതി പോകുന്നുണ്ടെങ്കിൽ അത് ഒരു അബദ്ധ ധാരണ മാത്രമാണ്.
ഇറ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഞാൻ അങ്ങനെ ഞങ്ങൾക്ക് ഒന്നും പറഞ്ഞില്ലല്ലോ ഇതിലൂടെ ശ്രീ നിങ്ങൾ സജീഷ്. എനിക്കൊരു അരിപ്പിച്ച് ചോദ്യം നൽകുന്ന ഉണ്ടായിരുന്നു. അത് ചോദിക്കാൻ സമയത്തിനിടയിലൂടെ ശ്രമിച്ചതിനാണ് കാര്യങ്ങൾ താങ്കൾ ജനങ്ങളെ ഇത്രയും ബോധ്യപ്പെടുത്തേണ്ട പറയുന്നത്. കാര്യമൊന്നുമില്ല. കുറച്ചു നേരം പുഴയിലേക്ക് നോക്കുന്നു. താങ്കൾ നേരത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു. അതിനുശേഷം എനിക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താങ്കൾ വീണ്ടും വീണ്ടും ഒരേ ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന് ചോദിച്ചിട്ട് പോലുമില്ല, ആവർത്തിച്ചു എന്ന് താങ്കൾ പറയാൻ. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് ഒരു സിനിമ ഡയലോഗ് ഓർമ്മ തന്നെ, മൊയ്തീനെ ആ ചെറിയ സ്പാനർ എടുക്കൂ എന്ന് പറഞ്ഞ പരിപാടി. മൊയ്തീനെ കൊണ്ട് എത്ര പ്രാവശ്യമാണ് ആ പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് മാറ്റി മാറ്റി പറയിപ്പിക്കുന്നത്. പറഞ്ഞിട്ടില്ല. ആദ്യ വീഡിയോ പുറത്തു വന്നപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഭാഗ്യം കൊണ്ട് മൊയ്തീൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്ന്. അപ്പോൾ കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം കൊടുത്തത് പോലും. അപ്പോൾ വെറുതെ ഇത് നമുക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ പറയാൻ പാടില്ല. PR പ്രചരണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും അവരവരുടെയൊക്കെ പ്രചരണം നടത്തുന്നതല്ലേ. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. അതിലൊരു മര്യാദയൊക്കെ വേണം എന്നുള്ളതാണ്. വ്യാജ പ്രചരണങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ യാഥാർത്ഥ്യബോധം ഇല്ലാതെ സംസാരിക്കുന്നത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, MV ഗോവിന്ദൻ മാഷിന്റെ ജാഥ വരുമ്പോൾ മറ്റേ അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട്, അതിഥി തൊഴിലാളികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചത് പറഞ്ഞ് പഠിപ്പിച്ച് വിളിപ്പിച്ചതല്ലേ? പിണറായി വിജയൻ പണ്ട് പഠിക്കാൻ പോയ കാലത്ത് റൊട്ടി കഴിച്ചിട്ട പോയെന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ പൊട്ടിക്കരയിപ്പിക്കാൻ നോക്കിയില്ലേ? അതെന്ത് പരിപാടിയായിരുന്നു? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഇതേ ആള് തന്നെ നെയ്മീൻ കൂട്ടിയെ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞത് പഴയ ഒരു CPI മന്ത്രിയാണ്, ഘടകകക്ഷിയുടെ നേതാവാ. ഇപ്പൊ സത്യം പുറത്തു വരല്ലേ? ഇപ്പൊ വലിയ പഴക്കമൊന്നുമില്ല, പെട്ടെന്ന് വരും. നിർത്തി അവമാനിക്കുവാണെന്ന്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വീട് കയറി പാത്രം കഴിയത് എന്തിനു വേണ്ടിയിട്ടാ? അതെന്ത് പരിപാടിയാ? അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും പാത്രം കഴുകണ്ടേ? അപ്പൊ ജനറൽ സെക്രട്ടറിക്ക് മാത്രമേ ഉള്ളൂ ആ കൾച്ചർ? ബാക്കി CPM നേതാക്കന്മാരും പാത്രം കഴുകാത്തവരാണോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പോൾ പാത്രം കഴുകുന്നതും കഴിച്ച പാത്രം കഴുകുന്നതും ഒരു മോശപ്പെട്ട കാര്യമല്ല. അത് പ്രചരണമാക്കുന്നത് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ലേ? അത് തോന്നാത്താണ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങൾ ഇപ്പുറത്തെ കോൺഗ്രസിന് വലിയ കുഴപ്പമുണ്ടെന്നുള്ള സതീഷ പറയുന്നത്. 10 കൊല്ലം ഭരിച്ച CPM ജാഥ നടത്തിയിട്ട് ആളില്ലാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ കോൺഗ്രസ്, പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് UDF നടത്തുന്ന ജാഥയ്ക്ക് ആയിരക്കണക്കിന് ആളുകൾ വന്നു ചേരുന്നത് എങ്ങനെയാണ്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അത് നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തത്? നിങ്ങൾക്ക് ഭരണമുണ്ട്, പാർട്ടിയുടെ സംഘടനാ സ്ട്രക്ചറുണ്ട്, കല്ല് വിളർക്കുന്ന കൽപ്പന പുറപ്പെടുവിക്കുന്ന പിണറായി വിജയന്റെ സാന്നിധ്യമുണ്ട്, ഒറ്റ നേതാവ് എന്നുള്ള കരുത്തുണ്ടെന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്. എന്നിട്ടെന്തേ ആരും കേൾക്കാൻ വരാത്തത്? നിങ്ങൾ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വിജയകരമായിരുന്നു, ആരും കേൾക്കാൻ വരാത്തത് എന്താ? തൃക്കാക്കര ബൈ ഇലക്ഷന്റെ സമയത്ത് സകല മന്ത്രിമാരും സകല വീടുകളും ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? എന്തോന്നും മീൻ എന്തോന്നും ചോറ് കഴിക്കാനൊക്കെ നടന്ന ആളുകളുണ്ടല്ലോ നിങ്ങൾ. അത് PR ആണോ? അത് PR ആണോ? അത് PR ആണെങ്കിൽ ഇതും PR ആണെന്ന് സമ്മതിച്ചെന്നേക്കാം പോരെ? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.